എന്തൊക്കെയായിരുന്നു നന്ദനയ്ക്ക് വേണ്ടി, നന്ദനെ ആരും ഒന്നും പറയരുത്, നന്ദന കുഞ്ഞു പെങ്ങൾ, ഹിറ്റ്ലർ മാധവൻകുട്ടിയെ പോലെയാണ് സിജോയും സായിയും അവിടെ നടന്നത്. ഇപ്പൊ നന്ദനയുടെ കയ്യിൽ നിന്ന് തികച്ച് കിട്ടി മക്കളെ, തികച്ച് കിട്ടി. വെണ്ണില കൊമ്പിലേരാ പാടി ഇന്നു മീയേട്ടൻ ത്രീജിപ്പോയി. ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്, എന്നെ ഇനി മേല പെണ്ണെന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദന ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. കയ്യിൽ കഴുകിക്കൊണ്ടിരുന്ന പാത്രങ്ങളൊക്കെ വലിച്ചെറിയുന്നു. അപ്പോൾ സിജോ പെണ്ണെന്നല്ലേ ഞാൻ വിളിച്ചുള്ളൂ, അതിനിപ്പോൾ എന്താണ് കുഴപ്പം, പെണ്ണിനെ പെണ്ണെന്ന് വിളിക്കുന്നതിന് എന്താണ് പ്രശ്നം എന്നൊക്കെ സിജോ ചോദിക്കുന്നുണ്ട്. ഇതിനിടയിൽ പിന്നെ സിജോ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഒറ്റയ്ക്കല്ലേ വന്നത്, അപ്പോൾ ഒറ്റയ്ക്ക് കളിക്കാൻ പഠിക്കണമെന്നൊക്കെ സിജോയും പറയുന്നുണ്ട്. അങ്ങനെ നന്ദനയും സിജോയും തമ്മിൽ വഴക്കിടുന്ന ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. സോ ഇപ്പം മനസ്സിലായോ, ബിഗ് ബോസ് എന്ന് പറയുന്നത് അവിടെ നാച്ചുറലായിട്ട് ചില സൗഹൃദങ്ങൾ രൂപപ്പെടും. അതിനിപ്പോൾ ആരൊക്കെ ശ്രമിച്ചാലും അതിനെ തകർക്കാൻ പറ്റില്ല. അതായിരുന്നു ഋഷിയും അതുപോലെ അൻസിബയും ഒക്കെ തമ്മിലുണ്ടായിരുന്നത്. ഈ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ചില സൗഹൃദങ്ങളും സ്ട്രാറ്റജി ആയിട്ട് ഉണ്ടാക്കുന്ന സൗഹൃദങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇത്രയേ ഉള്ളൂ. അത് പെങ്ങളൂട്ടി ആയാലും ശരി, ആങ്ങളൂട്ട കളിച്ചാലും മറ്റേ കോംബോ കളിച്ചാലും അല്ലെങ്കിൽ മറ്റേ പ്രേമൻ നാടകം കളിച്ചാലും ഒക്കെ അതിനൊക്കെ അത്രയേ ഉള്ളൂ. ഇത് മനസ്സിലാക്കിയാൽ നല്ലത്.